ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കാനുള്ള മുറവിളികൾ അമേരിക്കയിൽ നിന്നും ഉയരുകയാണ്. ട്രംപ് അടങ്ങുന്ന റിപ്പബ്ലിക്കൻസ്, നാറ്റോയുടെ മാർക്ക് റൂറ്റെ, ചില ട്രംപ് അനുകൂലികൾ ഇവരടങ്ങുന്ന സംഘം ഇന്ത്യയുടെ മേൽ കനത്ത തീരുവ ഭീഷണികൾ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ മുറവിളി കൂട്ടുന്നതിനിടെ, ഇന്ത്യയുടെ എക്കണോമിയെ പഞ്ചറാക്കാൻ ശ്രമിക്കുന്നതിനിടെ, ഇന്ത്യയുടെ എക്കാലത്തെയും ഇന്ത്യക്ക് കണ്ണടച്ച് നമ്പാൻ പറ്റുന്ന ഇന്ത്യയുടെ പാർട്ണറിന് ഉപരി ഇന്ത്യയുടെ ഉറ്റചങ്കായ റഷ്യ അമേരിക്കക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നു. ട്രംപും പുടിനും യുക്രൈൻ റഷ്യ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം, സമാധാനത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ട്രംപിന് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്നും സമാധാനത്തിലേക്ക് എത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ മൈ ഫ്രണ്ട്, അമേരിക്കാസ് ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച അമേരിക്ക തന്നെ ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അമേരിക്ക ഇന്ത്യയെ സമ്പൂർണമായി യുദ്ധാടിസ്ഥാനത്തിൽ പല രീതിയിലും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ കേട്ടാലുണ്ടല്ലോ, അമേരിക്കയിൽ ഉള്ള ഇവർക്കൊക്കെ ഇന്ത്യയോട് ഇത്രയും വിദ്വേഷം ഉണ്ടായിരുന്നെന്ന് ഇന്ത്യക്കാർക്ക് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഈ തലമുറയിലെ യുവാക്കൾ അവരുടെ ഈ ജന്മത്ത് ഇനി അമേരിക്കയെ വിശ്വസിക്കുമോ? പറയുമ്പോൾ രണ്ടു വശവും പറയണമല്ലോ. മറ്റൊരു വശത്ത് അമേരിക്കയിലെ ചില എക്സ് പെന്റഗൺ ഒഫീഷ്യൽസ്, നയതന്ത്രജ്ഞർ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ ട്രംപിനെയും ട്രംപ് അനുകൂലകരെയും കാതുപൊട്ടുന്ന കുറ്റപ്പെടുത്തലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ തന്നെ എടുത്ത ഏറ്റവും മോശമായ നയമെന്നാണ് ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള തീരുവയെ കുറ്റപ്പെടുത്തി ഒരുപറ്റം അമേരിക്കക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോഴും ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധത വിളമ്പുമ്പോഴും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുപറ്റം അമേരിക്കക്കാരെ നമുക്കിവിടെ കാണാനാകും. എങ്കിൽ പോലും ഇന്ത്യക്ക് ഏറെ സന്തോഷിക്കാനുള്ള കാര്യമാണ് ലോകത്തോട് റഷ്യ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ ഡെപ്യൂട്ടി ചീഫ് ഉദ്യോഗസ്ഥൻ റോമൻ ബാബുഷ്കിന്റെ മറുപടി ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും തന്നെ കേൾക്കുമ്പോൾ രോമാഞ്ചമാണ്. ഇന്ത്യ റഷ്യ ബന്ധം എത്തരത്തിലാണ് ഇരു രാജ്യങ്ങളും കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത്. അമേരിക്ക ഇന്ത്യക്ക് ഇത്ര ടഫ് ടൈം കൊടുക്കുമ്പോൾ പോലും ഇന്ത്യ റഷ്യ ബന്ധം വീണ്ടും ലോകത്ത് ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാവുകയാണ്. അദ്ദേഹം ഇന്ത്യക്കാരുടെ പ്രൊഡക്റ്റ് അമേരിക്കക്ക് വേണ്ടെങ്കിൽ അത് റഷ്യ എടുക്കും, റഷ്യയിലേക്ക് ഇന്ത്യൻ പ്രൊഡക്ട്സ് എക്കാലത്തും റഷ്യ വെൽക്കം ചെയ്യുന്നുവെന്നും, ഇന്ത്യ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയുമാണ് കടന്നു പോകുന്നതെന്ന് റഷ്യക്ക് അറിയാമെന്നും, ഇന്ത്യക്ക് അത് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നെന്നും റഷ്യ മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള റിലേഷൻസ് അടുപ്പത്തിൽ ഇരു രാജ്യങ്ങൾക്കും വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. ഇന്ത്യ റഷ്യ തമ്മിലുള്ള എണ്ണ ഇടപാടിൽ റഷ്യക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നും, ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിന്ന് അമേരിക്കയുടെ സമ്മർദ്ദത്തെ ചെറുക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയുടെ സെക്കൻഡറി താരിഫ് എന്ന ഉമ്മാക്കി കാണിച്ചാലെന്നും ഇന്ത്യ പാശ്ചാത്യ ശക്തികളിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്നും, അമേരിക്ക അടങ്ങുന്ന പാശ്ചാത്യ ശക്തികൾ ഇപ്പോൾ നിയോ കൊളോണിയൽസിനെ പോലെയാണ് പെരുമാറുന്നതെന്നും, അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥതയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്. ഇന്ത്യ എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയാലും ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും എണ്ണ എടുക്കില്ല. ഇത്തരം വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങളിലാണ് ഇന്ത്യ റഷ്യ റിലേഷൻ കരുത്താകുന്നതും അതിൽ ഇന്ത്യ റഷ്യ കൂടുതൽ എൻജോയ് ചെയ്യുന്നുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ അടുത്ത് തന്നെ ട്രംപ് പുടിൻ അലാസ്ക കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും വിവരിക്കാനുമായി പുടിൻ ഏറ്റവും ആദ്യം വിളിച്ചത് നരേന്ദ്രമോദിയെയാണ്. അതിനർത്ഥം തന്നെ ഇന്ത്യ റഷ്യക്ക് എത്രത്തോളമാണ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്. ഇന്ത്യയെ ട്രൂ ഫ്രണ്ടായി US കണ്ടിരുന്നെങ്കിൽ അമേരിക്ക ഇന്ത്യയോട് ഇങ്ങനെ പെരുമാറില്ല എന്നും, ഭീഷണിയും വിശ്വാസമില്ലായ്മയും ചതിയും സമ്മർദ്ദമൊക്കെ ഒരു ട്രൂ ഫ്രണ്ട് കാണിക്കില്ല എന്നും പറഞ്ഞ് അമേരിക്കയെ റഷ്യ കുറ്റപ്പെടുത്തി. ഇവിടെ ലോകം ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് എത്ര കെട്ടുറപ്പ് ഉള്ളതാണെന്ന് ഇരു രാജ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുകയാണ്. റഷ്യ അമേരിക്കയുടെ അത്ര വലിയ എക്കണോമി അല്ലെങ്കിലും റഷ്യയുടേത് 11th ബിഗ്ഗസ്റ്റ് എക്കണോമിയും
ഏകദേശം 14 കോടിയോളം പോപ്പുലേഷൻ റഷ്യക്കുണ്ട്. ഇന്ത്യയുടെ പ്രൊഡക്ട്സിനെ അമേരിക്ക വാങ്ങിയില്ലേലും ഇന്ത്യ പേടിക്കണ്ടെന്നേ. ഇന്ത്യയുടെ പ്രൊഡക്ട്സ് റഷ്യ വാങ്ങിക്കാൻ റഷ്യ ഇന്ത്യൻ പ്രൊഡക്റ്റുകളെ റഷ്യയിലേക്ക് വെൽക്കം ചെയ്തിരിക്കുകയാണ്. റഷ്യ ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് റഷ്യ കാരണമാണ് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യുന്നതും. മറുവശത്ത് നമുക്ക് ഇന്ത്യയെയും കാണാം. ഒരു നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അമേരിക്ക ഇന്ത്യയെ അസലായി ബ്ലെയിം ചെയ്യുന്നത് കാണാം. തൊട്ടപ്പുറത്ത് റഷ്യ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ഇത് ഞങ്ങൾ കാരണമാണ്, ഇന്ത്യയെ ഞങ്ങൾ കൈവിടില്ലെന്നും തിരിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ റഷ്യയുടെ കൂടെ തന്നെ ഉണ്ടെന്നുമുള്ള ലാഭേച്ഛ ഒന്നും കൂടാതെ ഇരു രാജ്യങ്ങൾ കാണിക്കുന്ന സ്നേഹം, സഹകരണം, മമത, ഊഷ്മളത ഇതൊക്കെ പല രാജ്യങ്ങൾക്കും മാതൃകയാണ്. അടുത്ത വീഡിയോയുമായി വരാം.